ഇന്ന് നമ്മളുണ്ടല്ലോ ഈ തടി വെച്ചിട്ട് പുൽക്കൂടുണ്ടാക്കാൻ പോണേ. വീട്ടിൽ കിടക്കുന്ന തടി, വേര്, അങ്ങനെ മരസംബന്ധമായ സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഈ സാധനം വെച്ച് എങ്ങനെ പുൽക്കൂടുണ്ടാക്കണമെന്ന് നോക്കാം. അപ്പൊ ഞാനുണ്ടല്ലോ അത് എനിക്ക് ഇങ്ങനത്തെ 1-2 പല ഷേപ്പിലുള്ള മറ്റേ മരത്തിന്റെ കമ്പുകൾ ഇട്ടിട്ടുണ്ട്, കുറച്ച് വേരൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടാൻ പോകുന്ന പറയുന്നത് വെറൈറ്റി ഷേപ്പിലുള്ള സാധനങ്ങളായിരിക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാധനം അനുസരിച്ച് നമ്മൾ സംഭവം സെറ്റ് ചെയ്യണം. ഞാൻ ഈ കമ്പ് ഉണ്ടല്ലോ ഈ ഭാഗത്തായിട്ട് ഇതിങ്ങനെ സെറ്റ് ചെയ്യണം. നമ്മുടെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഇതിനകത്തായിരിക്കും ഉണ്ണിക്കൂടി ഇരിക്കണേ. അപ്പോൾ നമ്മൾ അത് കാണാൻ കരുതിയിട്ട് ചെറുതായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഒരെണ്ണം ഈ ഭാഗത്തായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് ബാക്കിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്നോ ആയിട്ട് സെറ്റ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഇത് ചുമ്മാ അങ്ങനെ തൊടിച്ച് ചിലപ്പോൾ മറിഞ്ഞു വിടാം. നമ്മൾ നൂൽക്കമ്പി വെച്ച് കെട്ടാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ആണിയൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ, ഇവിടെ എന്തെങ്കിലും വള്ളി വെച്ചിട്ട് കെട്ടിയാൽ മതി. ശരിക്കും നൂൽക്കമ്പി വെച്ച് കെട്ടിയാൽ സ്ട്രോങ് ആയിരിക്കും സാധനം. നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. പിന്നെ ഇത് ഇങ്ങനത്തെ കുറച്ച് മരത്തിൻ്റെ തൊലി എടുത്ത് തന്നിട്ടുണ്ട്. അത് നമുക്ക് ചുമ്മാ വേറെ ഇങ്ങനെ ഇവിടെ ഒരു ഷെയ്ഡ് പോലെ സെറ്റ് ചെയ്യാം. ഇങ്ങനെ ചെരിഞ്ഞിരുന്നോട്ടെ. പല ഷേപ്പിലായിട്ട് വെച്ചോ, വലിയ സീനില്ല. കിട്ടണ വിറകൊക്കെ പറക്കി എവിടെയെങ്കിലൊക്കെ കയറ്റി വെച്ചോ. അത് ഇതിൻ്റെ ഒരു ഭംഗിയാണ്. അപ്പം ഏകദേശം നമ്മൾ പുൽക്കൂടിൻ്റെ ഒരു ഷേപ്പ്, ഒരു ബേസിക് ആയിട്ടുള്ള ഷേപ്പ് ഇങ്ങനെയായിരിക്കും. ഇനി ഇതിൻ്റെ മേളിലായിരിക്കും നമ്മൾ ബാക്കി സംഭവങ്ങൾ സെറ്റ് ചെയ്ത് ഇതാകണം. അടുത്ത നമുക്ക് വേണ്ടെന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറച്ച് പൂപ്പലായികളാണ്. അപ്പോൾ പൂപ്പലായി പറമ്പിൽ പോയി പറിച്ചുകൊണ്ട് വരാം. അതായത് നമുക്ക് നൈസായിട്ട് സെറ്റ് ചെയ്യാം. അതായത് പുല്ലൊക്കെ പോലെ ഇങ്ങനെ നൈസായിട്ട് വെച്ച് കൊടുത്താൽ മതി, പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മളങ്ങനെ അധികം ഓവറാക്കാണ്ട് പല ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് പൂപ്പലായകൾ സെറ്റ് ചെയ്യണം. നമ്മൾ പൂപ്പലായകൾ സെറ്റ് ചെയ്യണൊക്കെ മുമ്പ് ഇങ്ങനത്തെ വിറകിൻ്റെ കഷ്ണങ്ങൾ, അതായത് ഞാൻ ഈ ഹോളിൽ കുറച്ചുകൂടി, അതായത് നമ്മുടെ ഉണ്ണീച്ചൊക്കെ കയറി ചെയ്യാൻ പറ്റിയ രീതിയിൽ കുറച്ച് ഇങ്ങനെ കുത്തി പൊളിച്ചായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കുറച്ച് ഇങ്ങനെ വിറക് കഷ്ണങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളായിട്ട് നമ്മുടെ ഇതിൽ ബാക്കിയുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ഗ്യാസുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് നമ്മുടെ പുല്ലൊക്കെ വയ്ക്കുമ്പോൾ കയറി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ഷേപ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്യുക. ഇതന്നെ വേണമെന്നില്ല, പേപ്പർ ചുട്ടേലും വയ്ക്കാൻ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചാൽ മതി, ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പുകളിലായിട്ട് നമുക്ക് സാധനങ്ങൾ സെറ്റ് ചെയ്യാം. അതായത് ഇങ്ങനത്തെ വേരുകളൊക്കെ കാണാൻ കൊള്ളുന്നതൊക്കെ ഹൈഡ് ആവാണ്ട് അത് കാണാൻ കീഴിൽ നമ്മൾ സെറ്റ് ചെയ്ത് കുറച്ച് രസമായിരിക്കും. ഇങ്ങനെ കുറച്ച് വയ്ക്കുക. നമ്മളിൽ ഇങ്ങനെ കൊണ്ട് കുറച്ച് മേളിലൊക്കെ വയ്ക്കാം. ഇവിടെ നമുക്ക് ആവശ്യം പിന്നെ മെയിൻ സ്ഥലമാണ്. പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ പൂപ്പലായികൾ എടുത്തിട്ട് അവിടേക്കായിട്ട് വയ്ക്കാം. പിന്നെ നമ്മുടെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഫ്രണ്ടാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് സെറ്റ് ചെയ്യാം. അങ്ങനെ ഇങ്ങനത്തെ ഉണക്കപ്പുല്ലൊക്കെ വിട്ടിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഏകദേശം പൂപ്പലായൊക്കെ ഇതേപോലെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പുൽക്കൂട് ഇവിടെ മേഖലയിലൊക്കെ കുറച്ച് പൂപ്പലായുണ്ട്, താഴ്ച കുറച്ച് സംഭവങ്ങളിൽ ഇങ്ങനെ മൊത്തത്തിൽ പിങ്ങിയിരിക്കുകയാണ് സംഭവം. നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറച്ച് ഉണക്ക കമ്പുകളാണ്, കാണാൻ ഭംഗിയുള്ളത്. അപ്പോൾ നമ്മൾ അവിടേക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക. ഒരു 2 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ സാധനം. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഇവിടെ ബാക്കിൽ ഇവിടെ ആയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാം. നമ്മളിവിടെ ഒരെണ്ണം ഇവിടേക്കായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ മരക്കമ്പുകളൊക്കെ വെച്ച് കഴിയുമ്പോൾ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മുടെ സംഭവങ്ങൾ. സൈഡിൽ നിന്നൊക്കെ നല്ല അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ട്. കുറച്ച് ഉണക്ക കമ്പുകളൊക്കെ ഒരു നാച്ചുറാലിറ്റിക്ക് വേണ്ടിയിട്ട് നൈസായിട്ട് നമുക്ക് അവിടേക്കായിട്ട് ഇടാം. ഇവിടെ വരണം ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു നാച്ചുറാലിറ്റി. പിന്നെ ഇങ്ങനത്തെ കുറച്ച് നൈസായിട്ടുള്ള പൂപ്പലായികളുണ്ട്. അതായത് നമ്മൾ നേരത്തെ എടുത്ത് കുറച്ച് ഡ്രൈ, അപ്പോൾ കുറച്ച് കാണാൻ ഭംഗിയുള്ള സാധനം എടുത്തിട്ടുണ്ട്. അത് നമുക്കത് ഇവിടേക്ക് ആയിട്ട് ശരി കാണാൻ രസമുള്ള സ്ഥലത്തേക്ക് 1-2 വെച്ച് കൊടുക്കാം. ഓക്കെ.
ഇനി നമ്മൾ നമ്മുടെ സ്റ്റാച്യൂസൊക്കെ പറക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റാച്യൂസൊക്കെ ഇതാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഉണ്ണി സെറ്റ് അനുസരിച്ച് വേണം നമ്മൾ നമ്മുടെ പുൽക്കൂട് സെറ്റ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ ഇരിക്കുന്നത് ചെറിയ ഉണ്ണി സെറ്റാണ്. അപ്പോൾ ഈ ഔസപിതാവും മാതാവൊക്കെ കയറിയുള്ള ഒരു സംഭവത്തിലാണ് ഞാൻ മറ്റേ ഇതിൻ്റെ ഈ ഹോളൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ഉള്ളിലേക്കൊക്കെ ഇങ്ങനെ കത്തി വെച്ച് വെട്ടിപ്പൊളിച്ച് ഇങ്ങനെ ശരിയാക്കിയിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം. മാലാഖേനെ വയ്ക്കാം. മാലാഖേനെ ഞാൻ ഇവിടെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പോണേ. ഏതെങ്കിലും മരത്തിൻ്റെ കൊമ്പൊക്കെ ജസ്റ്റ് നൈസായിട്ട് വയ്ക്കുക. അപ്പോൾ ഈ മാലാഖ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആട്ടിടീനെ വയ്ക്കാം. ആട്ടിടീൻ മുകളിലിരിക്കട്ടെ. ആട്ടിടീൻ വന്നാൽ നമുക്ക് ആടിനെ വെച്ച് കൊടുക്കാം. പശുവിനെ നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. പശു പുല്ലിന്നട്ടെ. കഴുതനെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. കഴുത പുറത്തുണ്ടോ? ഇവരൊക്കെ വന്നേ. കഴുത ഇട്ടിരിക്കട്ടെ. അടുത്തത് നമുക്ക് ഔസപിതാവിനെ സെറ്റ് ചെയ്യാം. ഔസപിതാവ് സെറ്റാണ്. അടുത്ത് നമുക്ക് മാതാവിനെ വയ്ക്കാം. മാതാവ് ഓക്കെ. നമ്മുടെ മെയിൻ ആള് ഉണ്ണീശോനെ കൂടി വയ്ക്കാം. നമ്മുടെ ഔസപിതാവ് മാതാവൊക്കെ അതിനുള്ളിൽ അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആകെയുള്ളത് നമ്മുടെ രാജാക്കന്മാരാണ്. അപ്പോൾ നമുക്ക് ഒരു രാജാവിനത് ഇവിടെ വയ്ക്കാം. നമുക്ക് ഈ രാജാവിനെ നമുക്ക് ഇവിടെ വയ്ക്കാം. മേളിലായിട്ടിരിക്കട്ടെ. അവസാനത്തെ രാജാവിനെ നമുക്ക് ഇവിടെ ഇട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പുൽക്കൂട് മൊത്തത്തിൽ ഫുള്ളായിട്ട് സെറ്റായിട്ടുണ്ട്. എല്ലാ സ്റ്റാച്യൂയും വെച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഇതേപോലെ ഇരിക്കും നമ്മുടെ പുൽക്കൂട്. വീട്ടിൽ കിടക്കണ മരവും കുറച്ച് വേരും പറമ്പിൽ നിന്നൊക്കെ പറക്കിയ കുറച്ച് പൂപ്പലായും പിന്നെ കുറച്ച് ചുള്ളിക്കമ്പ്, കുറച്ച് ഇങ്ങനത്തെ ഉണങ്ങിയ സാധനങ്ങൾ, ഇത്ര സാധനങ്ങൾ നമ്മൾ ഈ പുൽക്കൂടത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഒരു കാശ് ചെലവും ഇല്ല. വളരെ സിമ്പിളായിട്ട് ഭയങ്കര പെട്ടെന്ന് ഒരു കുഞ്ഞ് പുൽക്കൂട് ഉണ്ടാക്കണമെങ്കിൽ ഈ സാധനം നമുക്ക് ട്രൈ ചെയ്യാവുന്നതുള്ളൂ. പിന്നെ നമ്മുടെ ചാനലിൽ കുറേ പുൽക്കൂടിന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം മരം കൊണ്ട് ഉണ്ടാക്കിയത്, പിന്നെ പെട്ടിക്കുള്ളിലെ ഗ്രേസ് പുൽക്കൂട്, നേപ്പിൾസ് പുൽക്കൂട്, അങ്ങനെ ഇഷ്ടംപോലെ പുൽക്കൂടിന് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒക്കെ വെറൈറ്റി ചാനലാണ്. അപ്പം എല്ലാ വീഡിയോയും കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഈ തവണ നമ്മൾ ട്രൈ ചെയ്യണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇനി എന്തായാലും കുറച്ച് വെറൈറ്റി പുൽക്കൂടായിട്ട് ഞാൻ എന്തായാലും വരും. അപ്പോൾ ബൈ.